ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിമെൻ്റ് ആണ്. സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ് അല്ലേ. സിമെൻറ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പം അത് സെറ്റ് ആവുന്നു, ഹാർഡ് ചെയ്യുന്നു, കൂടുതലുള്ള മെറ്റീരിയൽസിനൊക്കെ ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡിങ് പ്രോപ്പർട്ടിയാണത്. സോ സിമെൻറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആർ ഓപ്ഷൻ എ ലൈം 62% ആൻഡ് സിലിക്ക 32%. ഓപ്ഷൻ ബി ലൈം 68% ആൻഡ് സിലിക്ക 32%. ഓപ്ഷൻ സി സിലിക്കൺ അലൂമിന. ഓപ്ഷൻ ഡി ലൈം ആൻഡ് അയൺ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിലെ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എ, ഓപ്ഷൻ എ ആണ്. ലൈം 62% ആൻഡ് സിലിക്ക 32%. നമുക്ക് കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈം 62%, അത് സിമെൻറ്റിനെ കൂടുതൽ സ്ട്രോങ്ങും സൗണ്ടും ആക്കുന്നു. സിലിക്ക എന്ന് പറഞ്ഞാൽ 22% ആണ്, അത് സ്ട്രെങ്ത് കൊടുക്കുന്നു. അലൂമിന 5%, അത് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നു. അലൂമിനയാണ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി. കാൽസ്യം സൾഫേറ്റ് 4%, അത് ഇൻക്രീസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കാൽസ്യം സൾഫേറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അയൺ ഓക്സൈഡ് 3%, ഇമ്പാർട്ട്സ് കളർ, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. മഗ്നീഷ്യ 2%, ഇമ്പാർട്ട് ഹാർഡ്നെസ് ആൻഡ് കളർ. സൾഫറും സിമെൻറ്റിനെ മോർ സൗണ്ട് ആക്കുന്നത് 1 to 3% റേഞ്ചിലാണ്. 1% ആണ് യൂഷ്വലി. ആൽക്കലീസ് 1% ആണ്, അത് കൂടുതലായി കഴിഞ്ഞാൽ എഫ്ലോറസൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ കോൺസ്റ്റുവൻസ് എല്ലാം കൂടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നല്ലേ ബേണിങ്ങിൻ്റെ സമയത്ത്, എന്നിട്ട് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയും അല്ലേ. 4 ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാകാൽസ്യം അലൂമിനോഫെറേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ്, ബേണിംഗ് പ്രോസസ് ഇസ് ഡൺ ബൈ യൂസിങ് ഓപ്ഷൻ എ ഹോഫ്മാൻസ് കിലൻ, ഓപ്ഷൻ ബി റോട്ടറി കിലൻ, ഓപ്ഷൻ സി സിയാൽകോട്ട് കിലൻ, ഓപ്ഷൻ ഡി ബുൾ സ്ട്രഞ്ച് കിലൻ. സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് ബേണിംഗ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റോട്ടറി കിലൻ. നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. കാൽക്കേരിയസ് മെറ്റീരിയൽ ഉണ്ട്, അതെന്ന് പറയുന്നത് ലൈം സ്റ്റോൺ, ചോക്ക്, മാൾ. അർഗിലേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ക്ലേ, ഷെയിൽസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ 2 part ഓഫ് കാൽക്കേരിയസ് മെറ്റീരിയൽ, 1 part ഓഫ് അർഗിലേഷ്യസ് മെറ്റീരിയൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യും ബോൾ മിൽസിൽ. അത് ഡ്രൈ സ്റ്റേറ്റിലും ചെയ്യാറുണ്ട്, വെറ്റ് സ്റ്റേറ്റിലും ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നെ അത് റോട്ടറി കില്ലനിൽ ബേൺ ചെയ്യും 1400 to 1500 ഡിഗ്രി സെൽഷ്യസിൽ. അങ്ങനെ നമുക്ക് ക്ലിങ്കർ ഒപ്റ്റൈൻ ചെയ്യും. ആ ക്ലിങ്കറിനെ നമ്മൾ കൂൾ ചെയ്തിട്ട് പിന്നെയും ബോൾ മിൽസിൽ പാസ് ചെയ്തിട്ട് നമ്മൾ ജിപ്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ഫൈനസിൽ ഗ്രൈൻഡ് ചെയ്ത് പാക്ക് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, വിക്കറ്റ് അപ്പാരറ്റസ് ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഡാഷ് ഓഫ് സിമെൻറ്റ്. ഓപ്ഷൻ എ ഫൈനസ്, ഓപ്ഷൻ ബി കംപ്രസീവ് സ്ട്രെങ്ത്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി സൗണ്ട്നെസ്. വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്ത് സിമെൻറ്റിൻ്റെ ഏത് ടെസ്റ്റാണ് നടത്തുന്നത്? ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഓപ്ഷൻ സി കൺസിസ്റ്റൻസി. ഇപ്പോൾ കൺസിസ്റ്റൻസി ടെസ്റ്റിനും സെറ്റിംഗ് ടൈമിനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. ഈ 3 ടെസ്റ്റിനും നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി ടെസ്റ്റുകളൊക്കെ നോക്കാം. ടെസ്റ്റ് ഫോർ സിമെൻറ്റ്, ഫസ്റ്റ് വൺ ഫൈനസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഫൈനസ് ഓഫ് ദ സിമെൻറ്റ്, ആ പാർട്ടിക്കിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഫൈനസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് സേവിങ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ എയർ പെർമിയബിലിറ്റി മെത്തേഡും ഉണ്ട്. നെക്സ്റ്റ് വൺ കൺസിസ്റ്റൻസി ടെസ്റ്റാണ് നമ്മൾ പറഞ്ഞ വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്താണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ്, ആ ഒരു പ്ലഞ്ചറിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ പറയുന്നത്. അതായത് ഏത് കൺസിസ്റ്റൻസിയിലാണോ ആ വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ പ്ലഞ്ചറിനെ ഒരു 5 to 7 mm ഫ്രം ദ ബോട്ടം അതിനെ നമുക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു വാട്ടർ കണ്ടൻറ്റ്, ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആ മോട്ടാറിലുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് കണ്ടുപിടിക്കുക. സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ OPCയുടെ കേസിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ലെസ് ദാൻ 30 minutes ആയിരിക്കണം. അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours കൂടാനും പാടില്ല. അതും നമ്മൾ പറഞ്ഞല്ലോ യൂസിങ് വിക്കറ്റ് അപ്പാരറ്റസ്. നെക്സ്റ്റ് സൗണ്ട്നെസ് ടെസ്റ്റ് ആക്ച്വലി നമ്മൾ നടത്തുന്നത് പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം, അതായത് എക്സസ് എമൗണ്ട് ഓഫ് ലൈമിനെ കണ്ടുപിടിക്കാനാണ് സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കുന്ന ലേഷാറ്റ്ലർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് കംപ്രഷൻ ടെസ്റ്റ് ഒരു സിമെൻറ്റിൻ്റെ കംപ്രഷൻ 3 days 11.5
ടു 17 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരിക്കണം. 7 ഡേയ്സിൽ 17.5 to 22 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരിക്കണം കംപ്രഷൻ ടെസ്റ്റ്. കംപ്രസീവ് സ്ട്രെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. In cement, finest test is done on ISCV number. Option A 9, option B 10, option C 8, option D 11. ഫൈനസ്റ്റ് ടെസ്റ്റ് നടത്താൻ യൂസ് ചെയ്യുന്ന ISCV നമ്പർ ഏതാണ്? സിമെൻറ്റിൻ്റെ ഫൈനസ്റ്റ് ടെസ്റ്റ് നടത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന സീവിൻ്റെ നമ്പർ. ആൻസർ ഓപ്ഷൻ എ 9 ആണ്. 19 മൈക്രോൺ സീവി കൂടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. Okay, next question number 5. The weight of 1 meter cube of Portland cement is? Answer option A 1500 kg, option B 1620 kg, option C 1856 kg, option D 1440 kg. ഒരു മീറ്റർ ക്യൂബ് പോർട്ട്ലാൻഡ് സിമെൻറ്റിന് എത്ര വെയിറ്റ് ആണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അത് ആൻസർ ഓപ്ഷൻ ഡി 1440 കിലോഗ്രാം ആണ് അല്ലേ. 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് ഏകദേശം 29 ബാഗ്സ് ആണ് വരുന്നത്. ഒരു ബാഗിൻ്റെ അറിയാലോ നമുക്ക് 50 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ജിപ്സം ഈസ് ആഡഡ് ഇൻ സിമെൻറ്റ്. ഓപ്ഷൻ എ ബിഫോർ ബേണിംഗ്, ഓപ്ഷൻ ബി ആഫ്റ്റർ ഗ്രൈൻഡിങ്, ഓപ്ഷൻ സി ആഫ്റ്റർ ബേണിംഗ്, ഓപ്ഷൻ സി അറ്റ് ദ ടൈം ഓഫ് മിക്സിംഗ്. ജിപ്സം സിമെൻറ്റിൽ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ മുമ്പേ അല്ലേ മാനുഫാക്ചറിങ് പറഞ്ഞപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞിരുന്നു. ആൻസർ ഓപ്ഷൻ സി ആഫ്റ്റർ ബേണിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇസ് അവൈലബിൾ ഇൻ ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രേഡ്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. 3 ഗ്രേഡാണ് OPCക്കുള്ളത്. OPC 33 ഗ്രേഡ്, 43 ഗ്രേഡ് ആൻഡ് 53 ഗ്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ മറൈൻ ആൻഡ് ഹാർബർ വർക്ക് ദ പ്രിഫറബിൾ സിമെൻറ്റ് ഇസ്? ഓപ്ഷൻ എ ലോ ഹീറ്റ് സിമെൻറ്റ്, ഓപ്ഷൻ ബി സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്, ഓപ്ഷൻ സി വൈറ്റ് സിമെൻറ്റ്, ഓപ്ഷൻ ഡി ഹൈ അലൂമിന സിമെൻറ്റ്. മറൈൻ ആൻഡ് ഹാർബർ വർക്കിന് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന പ്രിഫർ ചെയ്യുന്ന സിമെൻറ്റ് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ? ആൻസർ ഓപ്ഷൻ ബി സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. നമുക്ക് ഓരോ സിമെൻറ്റും നോക്കാം. ഫസ്റ്റ് വൺ ലോ ഹീറ്റ് സിമെൻറ്റ്. ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് കോൺക്രീറ്റിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഹീറ്റ് അത്രയും കുറവായിരിക്കും ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ. മാസ് കൺസ്ട്രക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ലോ ഹീറ്റ് സിമെൻറ്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക. അവിടെ എന്ന് പറഞ്ഞാൽ C2S അതായത് ഡൈക്കാൾസ്യം സിലിക്കേറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. C3 അതായത് ട്രൈക്കാൾസ്യം അലൂമിനേറ്റ് കുറവായിരിക്കും. C2S കൂടുതലായിരിക്കും, C3A കുറവായിരിക്കും. നെക്സ്റ്റ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫറിൻ്റെ അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ C3Aയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5% ആണ്. അപ്പം ആ സൾഫേറ്റ് സാൾസിൻ്റെ ഫോർമേഷനെ അവിടെ അത് കുറയ്ക്കുന്നുണ്ട്. അത് കാരണം അതുകൊണ്ട് കൂടുതൽ സൾഫർ അറ്റാക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രേ പോർട്ട്ലാൻഡ് സിമെൻറ്റ് പോലെ അതിൻ്റെ ഒരു കളറിലും ഫൈനസിലും മാത്രമുള്ള വ്യത്യാസമുള്ളൂ ഈ വൈറ്റ് സിമെൻറ്റും OPCയും തമ്മിൽ. ഹൈ അലൂമിന സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫൈനറിയിൽ, ഫാക്ടറിയിൽ, അതായത് ഹൈ ടെമ്പറേച്ചറൊക്കെ റെസിസ്റ്റ് ചെയ്യേണ്ടടുത്തും പിന്നെ ഈ സീവേജ് സ്ട്രക്ചർ അതായത് ഒരു അസിഡിക് റിയാക്ഷനൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ട്രക്ചറിൽ സീവേജ് സ്ട്രക്ചറിലൊക്കെ ഈ ഹൈ അലൂമിന സിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. സ്നോസം ഈസ് എ? ഓപ്ഷൻ എ ചോക്ക് പൗഡർ, ഓപ്ഷൻ ബി മിക്സ്ചർ ഓഫ് ലൈം ആൻഡ് എ പിഗ്മെൻറ്റ്, ഓപ്ഷൻ സി കളേർഡ് സിമെൻറ്റ്, ഓപ്ഷൻ ഡി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. സ്നോസം എന്താണ്? ആൻസർ ഓപ്ഷൻ സി കളേർഡ് സിമെൻറ്റ്. അതായത് ഒരു സിമെൻറ്റ് ബേസ്ഡ് പെയിൻ്റ് ആണ് ആക്ച്വലി സ്നോസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ദ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് എ ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ? ഓപ്ഷൻ എ 500, ഓപ്ഷൻ ബി 1100, ഓപ്ഷൻ സി 2250, ഓപ്ഷൻ ഡി 3200. സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് എ ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് OPCയുടെ പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയയുടെ വാല്യൂ. ആൻസർ ഓപ്ഷൻ സി 2250. അതായത് സ്പെസിഫിക് സർഫസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈനസ് സിമെൻറ്റിൻ്റെ ഫൈനസിനെയാണ് നമ്മൾ സ്പെസിഫിക് സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 1 കിലോഗ്രാം ഓഫ് സിമെൻറ്റിൽ ആ ടോട്ടൽ സിമെൻറ്റ് പാർട്ടിക്കിൾസിനെയും ടോട്ടൽ സർഫസ് ഏരിയ 1 കിലോഗ്രാം സിമെൻറ്റിലുള്ള സിമെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ
അതിന് നമ്മൾ സ്പെസിഫിക് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് സർഫസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫൈനസ് ഓഫ് സിമെൻറ്റ് കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.